ലിജു തോമസ് സംവിധാനം ചെയ്ത അൻപോട് കൺമണി ഈ ഒരു സിനിമയുടെ ടൈറ്റിൽ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് തോന്നുന്നത് ഒരു ക്യൂട്ട് ഫാമിലി എൻ്റർടൈനർ എന്നല്ലേ. യെസ്, ഒരു നല്ല ഫാമിലി എൻ്റർടൈനർ മൂവി തന്നെയാണ് അൻപോട് കൺമണി. അർജുൻ അശോകനും അനഘ നാരായണനും പ്രധാന വേഷങ്ങളെ അവതരിപ്പിച്ച് ഇന്ന് റിലീസായിരിക്കുകയാണ്. ഈ സിനിമ പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്, ഇന്നത്തെ കാലത്ത് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക്. ഒരു ന്യൂലി വെഡ് കപ്പിൾ, ഇവർ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ സൊസൈറ്റിയിൽ നിന്നും നമ്മുടെ ചുറ്റുവട്ടത്തു നിന്നും എപ്പോഴും കേൾക്കേണ്ടി വരുന്ന ഒരു ചോദ്യമുണ്ട്. വിശേഷമൊന്നും ആയില്ലേ, കുട്ടികളൊന്നും വേണ്ടേ, ഇത് കുറച്ച് മാസങ്ങൾ അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ് പ്രശ്നം എന്നുള്ളൊരു ചോദ്യം. ഇത് മാനസികമായിട്ട് ഇവർക്ക് ഈ ഒരു ഫാമിലി, ഈ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിന് ഉണ്ടാക്കുന്നൊരു ബുദ്ധിമുട്ടുണ്ട്. അതുവരെ മെൻ്റലിയും ഫിസിക്കലിയും ബാധിക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോൾ റെഗുലറായിട്ട് ഇങ്ങനെ നമ്മുടെ ചുറ്റുപാടിൽ നിന്നും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കേട്ട് കഴിയുമ്പം ഈ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഈ വൈഫ് ഇവർ കടന്നു പോകുന്നൊരു സ്റ്റേജ് ഉണ്ട്. അത് അവരെ സംബന്ധിച്ച് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അത് എങ്ങനെ അവർക്ക് കൺവേ ചെയ്യണം എന്നുപോലും അറിയില്ല. ആ ഒരു ഇമോഷൻ കറക്റ്റായിട്ട് അൻപോട് കൺമണിയിലൂടെ പ്രേക്ഷകരിലേക്ക് കൺവേ ചെയ്തിട്ടുണ്ട്. ഈ സിനിമ കാണാനുള്ള ഒന്നാമത്തെ റീസണും അത് തന്നെയാണ്. രണ്ടാമത്തെ റീസൺ സംവിധായകൻ ലിജു തോമസ് ആണ്. കവി ഉദ്ദേശിച്ചത് എന്ന സിനിമയിലൂടെ മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതനായ ലിജു തോമസ് വീണ്ടും അടുത്തൊരു സിനിമ ചെയ്യുന്നു. വളരെ ക്യൂരിയസ് ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സ് തെറിഞ്ഞപ്പോൾ ആ ഒരു എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാൻ പറ്റി. മൂന്നാമത്തെ റീസൺ അർജുൻ അശോകനും അനഘ നാരായണനും ഇവരുടെ ഒരു കോംബോ തന്നെയാണ്. ആദ്യമായിട്ടാണ് ഈ രണ്ടുപേരും ഒരുമിച്ച് ഒരു സ്ക്രീനിൽ വരുന്നത്. അതും ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ള വേഷം ചെയ്യുന്നു. ഓരോ മൈന്യൂട്ടായിട്ടുള്ള ഇമോഷൻസും ഇവർ ചിരിപ്പിക്കാനായാലും കരയിക്കാനായാലും ഇവരുടെ രണ്ടുപേരുടെ ഒരു കോംബോ ബിഗ് സ്ക്രീനിൽ ഇവരുടെ ഒരു കെമിസ്ട്രി നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. നാലാമത്തെ റീസൺ ഒരു നല്ല ഫാമിലി എൻ്റർടൈനർ അത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഒരുപാട് കാണാറുള്ളതാണ് ഒരുപാട് വയലൻസ് ഉള്ള സിനിമകൾ, അല്ലെ ത്രില്ലർ സിനിമകൾ. അതിനിടയിൽ ഹ്യൂമൻ ഇമോഷൻസിനെ ടച്ച് ചെയ്യുന്ന സിനിമകൾ നമുക്ക് നിർബന്ധമാണ്. അങ്ങനെയുള്ളൊരു സിനിമയാണ് അൻപോട് കൺമണി. ഒരു ഇമോഷണൽ റോളർ കോസ്റ്ററാണ്. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് നമ്മളെ ചിരിപ്പിച്ചെങ്കിൽ സെക്കൻഡ് ഹാഫ് ഒരു ഇമോഷണൽ ജേർണി ആയിരുന്നു. സിനിമ കണ്ടിറങ്ങിയ ഓരോ പ്രേക്ഷകനും ചെറുതായിട്ടെങ്കിലും ഒന്ന് കണ്ണ് നിറഞ്ഞിട്ടാണ് കണ്ടിറങ്ങിയിട്ടുള്ളത്. അഞ്ചാമത്തെ റീസൺ സിനിമയുടെ കാസ്റ്റിംഗ് തന്നെയാണ്. വളരെ ബ്രില്യൻ കാസ്റ്റിംഗ് എന്ന് വേണം പറയാനായിട്ട്. ഇതിൽ അർജുൻ്റെയും അനഘയുടെയും കോംബോ ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഇവരുടെ ചുറ്റും വരുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ, ഇപ്പോൾ മാലാ പാർവതി, മൃദുൽ നായർ, അനീസ് വള്ളിക്കുന്ന്, അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. ഇടയ്ക്ക് വന്നു പോകുന്ന ശ്രീകാന്ത് വെട്ടിയാർ, അങ്ങനെയുള്ള കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. ഇവരുടെ എല്ലാവരുടെയും വലുതും ചെറുതുമായിട്ടുള്ള പെർഫോമൻസ് എല്ലാം സിനിമയ്ക്ക് വലിയ കോൺട്രിബ്യൂഷനാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സിനിമയുടെ ആ ഒരു പേസ് വളരെ നന്നായിട്ട് തന്നെ കൊണ്ടുപോകാനായിട്ട് ഓരോരുത്തരുടെയും പെർഫോമൻസിന് സാധിച്ചിട്ടുണ്ട്. അൻപോട് കൺമണി കാണാൻ റീസൺസ് പറയാനാണ് ഇനിയും ഒരുപാടുണ്ട്. ഒരുപാട് പേർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു ഈ കല്യാണം കഴിഞ്ഞ് കുട്ടികൾക്ക് വേണ്ടി വെയിറ്റ് അവർ പ്രിപ്പയർഡ് അല്ലെങ്കിൽ പോലും ചുറ്റുപാടിൽ നിന്നും അവർ ഫോഴ്സ്ഫുള്ളി കേൾക്കേണ്ടി വരുന്നൊരു ചോദ്യമാണ് ഈ വിശേഷമൊന്നും ആയില്ലേ. അങ്ങനെയുള്ളവർക്ക് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയായിരിക്കും, ഒരു സിനിമയായിരിക്കും അൻപോട് കൺമണി എന്നാണ് എനിക്ക് തോന്നുന്നത്.